പുതിയ ബാർകോഴ ആരോപണം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഭരണകക്ഷിയാണ്. ബാർ ഓണർമാരുടെ അസോസിയേഷൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് വിവാദങ്ങൾ ആളിക്കത്തിച്ചത്. ആ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമ അനിമോൻ ഇപ്പോൾ വിശദീകരണമായി എത്തിയിരിക്കുന്നു. ആരോപണത്തിന് പിന്നാലെ പ്രതികരിക്കാതെ മുങ്ങിയ അനിമോൻ മറ്റൊരു വിശദീകരണമാണ് നൽകുന്നത്. ശരിക്കു പറഞ്ഞാൽ ബാർകോഴ ആരോപണത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ. പണപ്പിരിവ് സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടിയായിരുന്നു. സംഘടനാ യോഗത്തിൽ പ്രസിഡന്റ് തന്നെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനാലാണ് മറ്റൊരു തരത്തിൽ ശബ്ദ സന്ദേശമിട്ടത്. ഇപ്പോഴത്തെ മാനസികാവസ്ഥയിലാണ് അങ്ങനെ ചെയ്തത് എന്നുമാണ് അനിമോൻ പറയുന്നത്. കോഴയാരോപണം വിവാദമായ ശേഷമുള്ള അനിമോൻ്റെ ആദ്യ പ്രതികരണമാണിത്. അനുകൂല മദ്യനയം രൂപീകരിക്കുന്നതിന് കോഴ നൽകാനായി ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള അനിമോൻ്റെ ശബ്ദ സന്ദേശമാണ് സർക്കാരിനെ വെട്ടിലാക്കിയത്. ഇടുക്കിയിലെ ബാർ ഉടമകളുടെ ഗ്രൂപ്പിലാണ് സന്ദേശമിട്ടത്. സംഭവത്തിൽ ഗൂഢാലോചന സംശയിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടും എക്സൈസ് മന്ത്രി MP രാജേഷ് DGPക്ക് കത്ത് നൽകിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണവും ആരംഭിച്ചിരുന്നു. അനിമോൻ്റെ വിശദീകരണം എങ്ങനെ? പ്രിയ മെമ്പർമാരെ, ഞാൻ അനിമോൻ. എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ ഫോണിൽ കിട്ടാത്തതിൻ്റെ പേരിൽ എൻ്റെ ബന്ധുജനങ്ങളെ വരെ വിളിച്ചു എന്താണ് സംഭവിച്ചതെന്ന് തിരക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത്. ഇന്നലെ നടന്ന യോഗത്തിലുണ്ടായ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ ജില്ലകളും ബിൽഡിംഗ് ഫണ്ടിൽ നല്ല രീതിയിൽ സഹകരിച്ചു. ഇടുക്കി ജില്ലയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഏറ്റവും മോശമായ നിലപാട് സ്വീകരിക്കുകയും സഹകരണക്കുറവ് കാണിക്കുന്നതെന്നും ഈ കാര്യങ്ങൾക്കെല്ലാം പ്രധാന കാരണം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ്റെ നിലപാടാണെന്നും പ്രസിഡന്റ് സുനിൽ യോഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു വിമർശിക്കുകയുണ്ടായി. തുടക്കം മുതൽ എന്നെ കോർണർ ചെയ്തിട്ടാണ് സംസാരിച്ചത്. പിന്നീട് നടന്ന ചർച്ചയിൽ ബിൽഡിങ്ങും സ്ഥലവും ആധാരം ചെയ്യണമെങ്കിൽ 1.25 കോടിയുടെ കുറവുണ്ടെന്നും അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെന്ന നിലയിൽ എല്ലാവരും 2.5 ലക്ഷം രൂപ വെച്ച് തരണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ ആധാരം പറഞ്ഞ സമയത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രസിഡന്റ് എന്ന നിലയിൽ സംഘടനയുടെ കാര്യത്തിൽ ഇറങ്ങില്ല. മാത്രമല്ല പോളിസി എന്തായി എന്നൊന്നും ചോദിച്ച് പിന്നെ ആരും വിളിക്കാൻ നിൽക്കരുത്. അങ്ങനൊരു ഭീഷണി കലർന്ന നിലപാടാണ് സുനിൽ സ്വീകരിച്ചത്. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഞാൻ അതിനെ ശക്തമായി ചോദ്യം ചെയ്തു. അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം സുനിലിനെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ആരും ഒരക്ഷരം മിണ്ടിയില്ല. 1 ലക്ഷം രൂപ തന്നെ ആളുകൾ ബുദ്ധിമുട്ടിയാണ് തന്നത്. തരാത്ത ആൾക്കാരിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ പിടിച്ചു മേടിക്കാൻ നോക്കണ്ടേ? തരാത്ത ആളുകളിൽ നിന്ന് മേടിച്ചെടുക്കാൻ ഇവരെ കൊണ്ട് കൊള്ളുകയില്ല. തരുന്ന ആളുകളിൽ നിന്ന് പിടിച്ചു പറിക്കാനേ നിങ്ങൾക്ക് കഴിയൂ എന്ന് പറഞ്ഞ് ഞാൻ യോഗത്തിൽ ബഹളമുണ്ടാക്കി. ഈ അവസരത്തിൽ സുനിലും ഇഷ്ടക്കാരായ ചില ജില്ലാ ഭാരവാഹികളും കൂടി എന്നെ വ്യക്തിപരമായി അങ്ങേയറ്റം അധിക്ഷേപിച്ച് സംസാരിച്ചു. പിന്നെ എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല. ഞാൻ സമാന്തര സംഘടന ഉണ്ടാക്കാൻ നോക്കിയെന്നും കഴിഞ്ഞ 2 മാസത്തിനിടെ പല ജില്ലയിലും പോയി മീറ്റിംഗ് നടത്തിയെന്നും മറ്റും പറഞ്ഞു. ചില മീറ്റിംഗ് ഒക്കെ പലയിടത്തും നടന്നു എന്നത് ശരിയാണ്. ഞാനും കേട്ടതാണ്. അത് ഞാനല്ല വിളിച്ചു കൂട്ടിയതെന്ന് അവർക്കും അറിയാം. എനിക്ക് ഇതിനൊന്നും നേരവും ഇല്ല. ഈ ചുമതലകളൊക്കെ തന്നെ എന്നെ നിർബന്ധിച്ചാക്കിയതാണ്. ഞാനൊരു ചുമതലയിലും ഇല്ല എന്ന് 100 വട്ടം പറഞ്ഞതാണ്. പിന്നെയാ വേറെ സംഘടന ഉണ്ടാക്കാൻ നോക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം ആദ്യമേ പറഞ്ഞതാണ്. എറണാകുളത്ത് സംഘടനയ്ക്ക് നല്ലൊരു ഓഫീസും സ്ഥലവും ഒക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് പുതിയ ഓഫീസ് തിരുവനന്തപുരത്ത്? പ്രസിഡന്റ് തിരുവനന്തപുരംകാരനായതുകൊണ്ടല്ലേ? നാളെ മലപ്പുറം ജില്ലക്കാരൻ പ്രസിഡന്റ് ആയാൽ അവിടെയും സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇവർ പറയുന്നത് പോലെ ഞാൻ ഇവരെ തോൽപ്പിക്കാനോ മറ്റൊരു തരത്തിലോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. എൻ്റെ ചില ഹോട്ടലിൻ്റെയൊക്കെ തുക കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ചില ആളുകളുണ്ട്. അവർ പറയുന്നതേ പ്രസിഡൻറ്റും ആൾക്കാരും കേൾക്കുകയുള്ളൂ. ബഹളം മൂത്തപ്പോൾ ഒരാൾ പോലും എൻ്റെ കൂടെ ഉണ്ടായില്ല. അന്നേരം ആരാണെന്ന് ഓർമ്മയില്ല. ഇത്തരക്കാരെ ഒന്നും സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ളവരാണ് സംഘടനയ്ക്ക് ബാധ്യത ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞതും സുനിലിന് എന്നെ സസ്പെൻഡ് ചെയ്യണമെന്നായി. ആ സമയത്ത് സസ്പെൻഷൻ ആക്കേണ്ട, ഡിസ്മിസൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോരുകയാണ് ചെയ്തത്. സുനിലൊക്കെ വരുന്നതിന് മുമ്പ് ഈ സംഘടനയിൽ വന്ന ആളാണ് ഞാൻ. പല പ്രസിഡന്റുമാരെയും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവർ പല കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ആത്മാർത്ഥമായിട്ടാണ് ഇപ്പോഴും നിന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ സംഘടനയ്ക്കെതിരെ പ്രവർത്തിച്ചവരെ അവരൊന്നും ചെയ്തിട്ടില്ല. എന്നെ നാണം കെടുത്തിയാണ് ഇവർ ഇറക്കി വിട്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായി എന്നറിയാം. എൻ്റെ അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അതിന് ഞാൻ ഉദ്ദേശിച്ച അർത്ഥങ്ങളല്ല വന്നത്. എല്ലാവരും സമയത്ത് പൈസ കൊടുക്കാത്തത് കൊണ്ട് ആധാരം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുനിൽ സംഘടനയുടെ ഒരു കാര്യത്തിനും ഇനി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അതൊരു മര്യാദഘട്ട വർത്തമാനമായിപ്പോയി. കാശ് കൊടുക്കാൻ തയ്യാറുള്ളവർ ഗ്രൂപ്പിൽ അറിയിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാശ് കൊടുക്കുന്നവർ സംഘടനയുടെ അക്കൗണ്ടിലല്ലേ കൊടുക്കുന്നത്, അല്ലാതെ ആരോടും പൈസ എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ആധാരം നടക്കാത്തതിൻ്റെ പേരിൽ പ്രസിഡന്റ് പിടങ്ങാൻ ഇടവരണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ അയച്ച മെസ്സേജ് എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ബാർ ഹോട്ടൽ നടത്തിപ്പുകാരായ എൻ്റെ സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും സർക്കാരിനും ഭരണമുന്നണിക്കുമെതിരെ ആരോപണം ഉണ്ടാകാൻ ഇടവരുമെന്നും പിന്നീടുണ്ടായ സംഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതൊന്നും
ഉദ്ദേശിച്ചതുപോലെ ആയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഞാൻ മൂലമുണ്ടായ ബുദ്ധിമുട്ടിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അനുമോൻ. ഇങ്ങനെയാണ് അനുമോൻ്റെ വിശദീകരണം.